അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ എണ്ണയിൽ പൊരിക്കുകയോ അല്ല ആവിയിൽ വേവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ വലിയ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മാഷാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, 1 കപ്പ് അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ കുഴച്ചതിന് ശേഷം ഒന്ന് നോക്കുക, ഇത് ബോളാക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ണിയപ്പം ചുടുന്ന കാരിയിലാണ് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാരിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. കയ്യിൽ കുറച്ച് ഓയിൽ വരട്ടുക. എന്നിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് എടുക്കുക. മുഴുവനും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് കാരി വെച്ച് കൊടുക്കാം. കാരി ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. വെറുതെ ഒന്ന് പുരട്ടി കൊടുക്കുകയേ വേണ്ടു. എല്ലാ കുഴിയിലും ഞാൻ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഇതിൽ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ബോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ പോലെ തന്നെ അടച്ചു വെച്ചിട്ട് 3 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. നമ്മുടെ പൊട്ടാറ്റോ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഓയിലിൽ പൊരിച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റിനൊരു കുറവൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നോമ്പ് മുറിക്കുമ്പോഴൊക്കെ നല്ലൊരു വിഭവമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.